ഹായ് എവരിവൺ. പ്രിയപ്പെട്ട കുട്ടികളെ, പരീക്ഷ ഇങ്ങോട്ട് അടുത്ത് വരികയാണല്ലോ അല്ലേ? പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. പലപ്പോഴും കുട്ടികൾക്ക് സംഭവിക്കുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ ചില കുട്ടികൾക്ക് സംഭവിക്കുന്ന വളരെ ഈസിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നിങ്ങൾ പഠിച്ചതെല്ലാം ഫ്രണ്ട് പേജിൽ തന്നെ കണ്ടുവെങ്കിൽ ഒരു പക്ഷേ ഓവർ കോൺഫിഡൻസ് തോന്നാം. ചില കുട്ടികൾക്ക് നേരെ തിരിച്ചു പോകാം. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തതും നല്ല ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആണ്, അതിനങ്ങ് പാനിക്കായി പേടിച്ചും പോവാം. ഇത് രണ്ടും അപകടമാണ്. എന്താന്ന് വെച്ചാൽ ഓവർ കോൺഫിഡൻസ് വന്നു കയറിയാൽ, അതല്ലെങ്കിൽ വല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടും പാനിക്കായി ഭയപ്പെട്ടാൽ നിങ്ങൾക്ക് അശ്രദ്ധ സംഭവിക്കാം. പലപ്പോഴും പല കുട്ടികളും പരീക്ഷ കഴിഞ്ഞാൽ പറയുന്നതാണ്, അയ്യോ ആ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടില്ല, വിട്ടുപോയി, ഒരു മാർക്ക് എന്റെ പോയി. ചില കുട്ടികൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു സൈഡ് തന്നെ കാണാതിരിക്കുന്ന അബദ്ധമൊക്കെ വരാറുണ്ട്. ചില സെക്ഷൻ 5 മാർക്കിന്റെ 6 മാർക്കിന്റെ സെക്ഷനും അശ്രദ്ധമായിട്ട് കെയർലെസ് ആയി സമീപിച്ചുകൊണ്ട് വരാറുണ്ട്. അതുകൊണ്ട് ഓവർ കോൺഫിഡൻസ് ആയി അമിത ആത്മവിശ്വാസത്തോടെ അശ്രദ്ധ സംഭവിക്കരുത്. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് പാനിക്കായി പേടിച്ചുകൊണ്ടും നിങ്ങൾ ഫോക്കസ് നഷ്ടപ്പെടരുത്. നല്ല പ്രസന്റ് മൈൻഡോട് കൂടി തന്നെ പരീക്ഷയ്ക്ക് വേണ്ട ഗൗരവം കൊടുത്തുകൊണ്ട് തന്നെ, എന്നാൽ ഓവറായി പേടിക്കാതെ അമിത ആത്മവിശ്വാസം പ്രകടിപ്പിക്കാതെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുക. എല്ലാ ക്വസ്റ്റ്യനും കൃത്യമായി അറ്റൻഡ് ചെയ്യുക. മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ അവസാന നിമിഷം വരെ പരീക്ഷാ ഹാളിൽ ഇരുന്ന് പ്രൂഫ് ചെക്കിംഗ് നടത്തി വീണ്ടും വീണ്ടും വായിച്ച് എല്ലാം ഉറപ്പ് ആൻസേഴ്സ് എഴുതിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം പരീക്ഷാ ഹാളിൽ വിടുക. സ്റ്റുഡൻസ്, ഓൾ ദ ബെസ്റ്റ് സ്റ്റുഡൻസ്, പ്രിപ്പയർ വെൽ. ഓക്കെ, താങ്ക് യു.